ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. സോയ മസാല ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. അതിനുവേണ്ടി സോയ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്താനിടണം. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് സോയ കറി ഉണ്ടാക്കണം എന്ന് പറയുന്ന സമയത്ത് തലേദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടാവില്ലായിരിക്കാം. അങ്ങനെ ആയിരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോയ കുതിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ തിളച്ച വെള്ളം, നല്ല തിളച്ച വെള്ളത്തിൽ സോയ ഇട്ട് വെക്കാം. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് ഇട്ട ശേഷം ഇത് പിഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകിയെടുത്ത ശേഷം വെള്ളം ക്ലിയർ ആവുന്നത് വരെ നമ്മളത് കഴുകിയെടുക്കണം. പിഴിഞ്ഞെടുത്ത് എങ്ങനെയാണ് കഴുകുന്നതെന്നുള്ളത് നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും കാണണം. അപ്പോൾ ഇതേ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത്. ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഈ വൃത്തിയാക്കി വെച്ച സോയയിലേക്ക് നമ്മൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി ഇവ ചേർത്ത് എല്ലാം കൂടെ ഡ്രൈ ആയിട്ട് നമ്മൾ സോയയിലേക്ക് മിക്സ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് 5 വെളുത്തുള്ളിയും ഇഞ്ചി ചെറിയ പീസും ചേർത്ത് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ആദ്യം ഈ പൊടികളെല്ലാം ഒരു ബൗളിലാക്കിയിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ചേർക്കരുത്. ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് സോയയിലേക്ക് ഇതെല്ലാം ഇട്ട് നല്ല കൈകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്താണ് ഇത് നല്ലപോലെ മസാലകളെല്ലാം പിടിക്കും. അപ്പോൾ ഇത് ആദ്യം ഡ്രൈ ആയിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ടാണെങ്കിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് സോയയിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മൾ കൈകൊണ്ട് മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ സോയയിലെ ഈ ഈർപ്പത്തിൽ തന്നെ അത് ഡ്രൈ ആയിട്ട് നമ്മളതിൽ പിടിക്കും. ഇങ്ങനെ മിക്സ് ചെയ്ത സോയ 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇന്ന് ഞാൻ മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം മൺചട്ടി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ചട്ടി ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും സോയ 15 മിനിറ്റ് മസാല പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മസാല നന്നായി പിടിച്ചിട്ടുണ്ട് സോയയിൽ. ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇടണം. അതിന് മുൻപ് എണ്ണയിലേക്ക് ചില കാര്യങ്ങൾ ചേർത്താനുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ പെരിഞ്ജീരകം പൊട്ടിച്ചിടുന്നു. പെരിഞ്ജീരകം പൊട്ടിയതിന് ശേഷം കസൂരി മേത്തി, അറിയാലോ, ഉലുവയിലയാണ്, ഉണങ്ങിയ ഉലുവയിലയാണ്, അതും കൂടി അതിലിട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇടുന്നു. കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഇനി സവാള സ്ലൈസ് ചെയ്തിട്ടത് അതിട്ട് കുറച്ച് നേരം വഴറ്റണം. മൺചട്ടി ആവുമ്പോൾ കുറച്ച് ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടാവുന്നതാണ്. പക്ഷെ ആദ്യം കുറച്ച് നേരം ചൂടാവുന്നതിന് താമസമായിരിക്കും മൺചട്ടിയിൽ കുക്ക് ചെയ്തത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ ഈ സവാള നന്നായിട്ട് വഴറ്റിയ ശേഷം കുറച്ച് നേരം വഴറ്റുക. ഓവർ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ സവാള വഴറ്റിയ ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് അതുകൂടെ ചേർത്ത് വഴറ്റുകയാണ്. ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നമ്മളത് വഴറ്റണം. നല്ലോണം പച്ചമണം പോയി കഴിയുന്ന നമുക്ക് മൂത്ത മണം വരും, അതുവരെ നമുക്കത് വഴറ്റണം. അങ്ങനെ കുറച്ച് നേരം വഴറ്റിയ ശേഷം വെളുത്തുള്ളി ഇഞ്ചിക്കൊരു പച്ച മണം ഉണ്ടാവും, അത് പോകുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ വഴറ്റിയ ശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയാണ് ഇതിൽ ചേർക്കാനുള്ളത്. കുറച്ചുകൂടി മൂത്ത മണം വരട്ടെ. വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വരട്ടെ. അങ്ങനെ തക്കാളി കുറച്ചിട്ട് കൊടുക്കാനുള്ള സമയമായി. തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ട് വഴറ്റുക.
കുറച്ച് നേരം വഴറ്റണം. ഇതിൻ്റെയും പച്ചമണം ഉണ്ടാവും, അത് പോണ വരെ വഴറ്റുക. തക്കാളി നല്ലതുപോലെ വഴറ്റുക. ഇത് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത്, ഇങ്ങനെ ഇത്രത്തോളം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുള്ളൂ, കുറച്ച് നേരം കൂടെ വഴറ്റി എണ്ണ തെളിയുന്നവരെ വഴറ്റുക. അതിനുശേഷം നമ്മൾ സവാള മസാല, അതായത് സോയ ചങ്ക്സ് നമ്മൾ മസാല പുരട്ടി വെച്ചതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ വെള്ളം ഒഴിക്കുന്നില്ല, നമ്മളിത് ഡ്രൈ ആയിട്ട് തന്നെ ഫ്രൈ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് സോയ വേകുന്നതിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം കൊടുത്ത ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇത് തലേദിവസം കുതിർത്തി വെച്ചത് കൊണ്ട് നല്ലപോലെ കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ വേവുന്നതിന് എളുപ്പമാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെക്കുക, ചൂടുവെള്ളം റെഡിയാക്കി വെക്കുക. ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ചേർത്തി കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇതിങ്ങനെ കുറച്ച് നേരം ഇതിൻ്റെ മസാലയും ഈ സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം ഫ്ലേവർ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അതിനെ വഴറ്റുക. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് നോക്കാമല്ലോ വെന്തോ ഇല്ലേന്ന് നോക്കിയ ശേഷം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കുക. ഒരുപാട് വെള്ളമായി കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവർ അതൊരു രസമുണ്ടാവില്ല, അധികം ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ ആവില്ല. എന്നിട്ടിത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കാമല്ലോ. ഇത് കുക്കറിൽ വിസിലടിക്കുന്ന പോലെ ചെയ്യുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് കുറച്ച് സിമ്മിൽ, ഫുൾ ഫ്ലെയിമിലല്ല, സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാം, ഇളക്കി കൊടുക്കാം. അങ്ങനെ നോക്കുക. അതിൽ കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഉള്ളവർ അങ്ങനെ ഇടാം, അല്ല മല്ലിയിലയാണെങ്കിലും ഫ്ലേവർ നന്നായിരിക്കും. അത് അവരവരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട ശേഷം ഇത് അടച്ച് വയ്ക്കുക. പിന്നെ അടച്ച് വയ്ക്കുക. എന്ത് നമ്മൾ ഇടുമ്പോഴും ആ ഫ്ലേവർ അതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അടച്ച് കൊടുക്കുന്നത്. അടച്ച് വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് തുറന്ന് കൊടുത്ത് വഴറ്റുക. വഴറ്റി ലാസ്റ്റ് എന്താണെന്നതിൻ്റെ വെന്ത് കഴിയുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ കഴിഞ്ഞു. ഇനി നമ്മളതെല്ലാം കൂടെ ഒന്നും കൂടെ വഴറ്റി ആ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വയ്ക്കുക. സോയ വേകണം, നല്ലപോലെ വെന്തിരിക്കുകയും വേണം. അപ്പം നമ്മളതിനനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ ഫ്ലേവറും കൂടി ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ കുറച്ച് ഗരം മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, അവരവരുടെ രുചിക്കനുസരിച്ച് ചേർക്കാം. അത്രയേ ഉള്ളൂ. സോയ ചങ്ക്സ് ഫ്രൈ റെഡി. സോയ മസാല ഫ്രൈ എന്ന് പറയാം ഇതിന്. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.